ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കറികളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ മാത്രം മതി അത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യം ഒരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ 4 പീസാക്കിയിട്ട് തൊണ്ടോട് കൂടി തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കില്ലേ, അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണ്ടത്രയും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. വേണ്ടത്രയും നല്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേണമെന്നുള്ളത് കേട്ടോ. ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കുറവായിരിക്കണം. നല്ലോണം ഉടച്ചെടുക്കാൻ പാകത്തിന് ഇതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ചെടുത്ത ശേഷം ഇനി അതിലേക്ക് ഇടാനുള്ളതും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ സവോള ഇതുപോലെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ലോണം നൈസാക്കി തന്നെ അരിഞ്ഞെടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊണ്ട് വിട്ട് വരുന്ന രീതിയിൽ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ വേഗം ആവും കേട്ടോ. അപ്പോൾ ആദ്യം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് പുഴുക്കിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആശീർവാദിൻ്റെ ഉണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടി. നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, റേഷൻ കടയിലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് പുഴുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങിനും കൂടി വേണ്ടത് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ വെള്ളമാണ് കേട്ടോ, സാധാ പച്ചവെള്ളം തന്നെയാണ്. അത് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് കുറച്ച് സവോള നമ്മൾ നേരത്തെ അരിഞ്ഞില്ലേ അതും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് കുറച്ച്, അതായത് ഈ ഒരു കളർ വരണം, ഒരു മഞ്ഞ കളർ വരണം. അതിന് വേണ്ട അത്രയും മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഞാൻ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുന്ന പൊടിയല്ല, ഇഡലിയും ദോശ ഉണ്ടാക്കാനായിട്ട് ഈ പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ പോലെ തന്നെ ഇതും പൊടിച്ച് വെക്കുക കേട്ടോ. ഉഴുന്നും പച്ചരിയൊക്കെ വെച്ചിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം കലക്കി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പഞ്ഞു പോലുള്ള ദോശയും ഇഡലിയൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി കലക്കി വെച്ചില്ലേ അതിലേക്ക് ഈ മിക്സിലെ ഉരുളക്കിഴങ്ങിൻ്റെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എപ്പോഴും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് മടുത്തിട്ടുണ്ടാവില്ല എല്ലാവർക്കും കഴിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് കാണുമ്പോൾ തന്നെ ഒരു പൊറോട്ടൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം അത് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ടൊരു ദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം കപ്പൽ മുളകില്ലേ, വറ്റൽമുളക് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ചില്ലി ഫ്ലെക്സ് അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ മല്ലിയില ഇടുന്ന സമയത്ത് പച്ചമുളക് ഇടുന്നത് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ചില്ലി ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എണ്ണ നല്ലോണം തേച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ ദോശ പോലെ തന്നെയാണ് അത് ചുട്ടെടുക്കുന്നത്. ഒരുപാട് സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം പൊന്തി വരും കേട്ടോ. നല്ലോണം ഫുള്ള് പൊന്തി വരും. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ കടലക്കറിയോ ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തന്നെ വെച്ചിട്ടുള്ള കറിയോ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ കറിയോ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറി ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. അത്രയും ഇതിൽ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഇടുക എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. എരിവായാലും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ മാത്രം മതി ഇതിനോട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറി സിമ്പിളായിട്ട് വെച്ചാണ്, തട്ടിക്കൂട്ടി വെച്ചാന്ന് പറയാം കേട്ടോ. ഞാൻ ഇതുപോലെ കടലയൊക്കെ കൂടുതൽ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഇതുപോലെ ആവശ്യം വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കടലയിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും അതുപോലെ തന്നെ ഞാൻ തക്കാളി ഇടാൻ മറന്നു കേട്ടോ. അത് എപ്പോഴും ഇടുന്നതാണ്, ഇന്നിപ്പോൾ തിരക്കായപ്പോൾ അത് മറന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുക്കിയതുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് തിക്നെസ്സും ആയിക്കോട്ടെ, കടല കുറച്ച് കുറവുമാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് കരുതി.
അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് തിള വന്നതും ഞാൻ കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെരിഞ്ജീരകം ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ട് ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മുടെ കറി ഒഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ.